എൻ്റെ പേര് സഖറിയ എന്നാണ്. തിരുവനന്തപുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കും. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 പേരും കർത്താവിൻ്റെ വേലയിലാണ്. കർത്താവ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക കഴിഞ്ഞ മെയ് മാസം 8-ാം തീയതി ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ മകളും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ഓട്ടോറിക്ഷ ഞങ്ങളെ തള്ളിയിട്ടു. അങ്ങനെ എൻ്റെ കാലിനൊരു പൊട്ടലുണ്ടായി. അതിൻ്റെ ബാക്കി പത്രമാണ് എൻ്റെ കാലിലെ കെട്ട്. മോളും വന്നിട്ടുണ്ട് ഇന്ന്. അതിനുശേഷം ആ അപകടത്തിന് ശേഷം ഇന്നാണ് ഞങ്ങൾ സഭായോഗത്തിന് സംബന്ധിക്കുന്നത്. ഇന്ന് വാക്കറിലാണ് മോൾ വന്നിരിക്കുന്നത്. കർത്താവ് അവളെ സഹായിച്ചു. പല സ്ഥലങ്ങളിടങ്ങളിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ തുണയായിരുന്നു. കർത്താവ് ഒരുക്കിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 2ാമത്തെ മകൻ ഇവിടെ സുവിശേഷകനാണ്. ഇവിടെ വന്നപ്പോൾ കർത്തദാസൻ അവനോട് ദൂത് പറയാൻ ഇടയായി തീർന്നു. അതുപോലെ ഞങ്ങളുടെ മരുമകനോട് ദൂത് പറയാൻ ഇടയായി തീർന്നു. എന്നോടും പറഞ്ഞത് ഞങ്ങൾക്ക് വരാമായിരുന്ന അപകടബോധം ഞങ്ങളെ മരണത്തിലേക്ക് തള്ളിയിടുവാൻ ശത്രു നോക്കിയതാണെന്നാൽ കർത്താവ് അതിന് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ വിടുവിച്ച കർത്താവിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളുടെ അനേകരുടെ പ്രാർത്ഥനയാണ് ദൈവം ഞങ്ങളെ വിടുവിച്ചത്. ഇവിടെയും വന്ന് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഇടയായതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവിൻ്റെ ദാസനം മൃത്യുള്ളതുകൊണ്ട് ഒരു വാക്യം മാത്രം വായിച്ചു നരുന്നുകൊള്ളാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സ്തോത്രം. തമിഴിൽ പഠിപ്പാം. സ്തോത്രം. ഈ വാക്യത്തിനായി വചനത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരുടെയും പക്കൽ വേദപുസ്തകം ഉണ്ടോ? ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ഉയർത്തിപ്പിടിക്കാമോ? പ്രിയമുള്ളവരെ, ഈ പുസ്തകമാണ് എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഈ പുസ്തകം നമ്മുടെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അനേകരുടെ വീടുകളിൽ ഇതുണ്ട്, പള്ളികളിലുണ്ട്. പക്ഷേ അവർക്കത് പ്രയോജനപ്പെട്ടില്ല. ഈ പുസ്തകം അതിൻ്റെ പൊരുൾ തിരിച്ച് കർത്താവ് തന്നതുകൊണ്ടാണ് ഇന്നത്തെ സഭായോഗത്തിന് ദൈവസന്നിധി കടന്നു വരുവാൻ നമുക്കിടയായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഇതിനുള്ള ബന്ധത്തിൽ ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ താല്പര്യപ്പെടും. ഞങ്ങളുടെ 2ാമത്തെ മകൻ്റെ ഭാര്യ മോളും വന്നിട്ടുണ്ട്, കുഞ്ഞുമുണ്ട്. ഇവരെല്ലാം ഉഗാണ്ടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്, ആഫ്രിക്കയിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് സന്ദേശം നൽകിയത് ഞങ്ങളുടെ മരുമകളുടെ പിതാവാണ്, ഡോക്ടർ ജെ.കെ. മാത്യു. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉഗാണ്ടയിൽ ചെന്നപ്പോൾ കണ്ടൊരു കാര്യം, അവിടെ ആരാധന കഴിഞ്ഞ് ഭക്ഷണമുണ്ട്. അവിടെ മിക്ക ദിവസങ്ങളിലും എല്ലാവർക്കും ഒരു നേരമേ ഭക്ഷണമുള്ളൂ. നമുക്ക് 3 നേരവും, അതെ 4 നേരവും നാം കഴിക്കുന്നത് തന്നെയല്ല, മിച്ചം വരുന്നത് കൊണ്ട് കുപ്പയിലും കളയുമ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു കൂട്ടരവിടെ. ഞങ്ങളുടെ കർത്തദാസൻ പറയുകയായിരുന്നു, ഭക്ഷണത്തിനുള്ള ക്യൂ നിൽക്കുമ്പോൾ ആരും മുന്നിൽ പോകാറില്ല. എന്ന് പറഞ്ഞാൽ വരി തെറ്റിച്ച് പോകത്തില്ല. എല്ലാവരും വരിയായി ചെന്ന് നിന്നാൽ ലഭിക്കുന്നത് ഒന്നുകൂടെ തരണേ, ഒരു തവിയോടെ, ഒരു കയ്യിൽ ഒരു സ്പൂണോട് ഇടണേ എന്നാരും പറയത്തില്ല. കാരണം അവരുടെ ആഹാരത്തിൻ്റെ പരിമിതി അവർക്കറിയാം. എന്നാൽ ഞങ്ങളുടെ മോനും ഒക്കെ പോകുമ്പോൾ നിറയെ ബൈബിൾ കൊണ്ടുപോകും, ഇംഗ്ലീഷ് ബൈബിൾ. എൻ്റെ ബന്ധു പറയാണ്, പക്ഷെ ബൈബിളിൻ്റെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ഒന്നും ഇവിടെ കാണത്തില്ല. എല്ലാം അതിന് മീതെ അങ്ങ് മറിയുകയാണെന്ന്. അവർക്ക് ഭക്ഷണം കിട്ടിയില്ല വിഷയമല്ല, പക്ഷെ എന്താ വേണം? നമുക്ക് 2-3 വീതം ഉണ്ടല്ലേ. എന്നാൽ അവർക്ക് ഒരെണ്ണം കിട്ടുവാൻ ചിലപ്പോൾ പിടിച്ചു പറിച്ചുമൊക്കെ പല ഭാഗങ്ങളായിട്ട് അവർ കൊണ്ടുപോകുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വേദപുസ്തകത്തിനായി സ്തോത്രം. 200-800 രൂപ കൊടുത്താൽ നമുക്കിത് കിട്ടും. അവിടെ വില കൊടുത്താലും കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുസ്തകം കൊണ്ടുവന്നവരാരും ഇത് മറച്ചു കൊണ്ടുവരാതെ, ഇത് ബാഗിനകത്ത് പൊളിച്ചു കൊണ്ടുവരാതെ അത് തുറന്ന് ദൈവസന്നിധി കൊണ്ടുവരുവാൻ കൊണ്ട് ഇടയാകട്ടെ. കൊണ്ടുവന്നാലും വായിക്കാൻ ഇടയാകട്ടെ.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം കൊടുക്കേണ്ടത് ഈ പുസ്തകമാണ്. സ്തോത്രം. ഞാൻ വചനത്തിൽ നിന്നൊന്നും സംസാരിക്കില്ല, കർത്താവിൻ്റെ ദാസമുള്ളതുകൊണ്ട് ചില അനുഭവ സാക്ഷ്യങ്ങൾ മാത്രം പറഞ്ഞ് പോകാൻ തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറിയ നാളുകളിൽ ജയിലുകളിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ജയിൽ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ സുന്ദരസ്വാമി, ഗോവിന്ദസ്വാമി. സ്തോത്രം. അങ്ങനെയുള്ള ചില കൊടും ക്രിമിനലുകളുണ്ടെങ്കിലും കേരളത്തിനകത്ത് 48ഓളം ജയിലുകളുണ്ട്. 3-4 സെൻട്രൽ ജയിലുകൾ. സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ 2 ജയിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും ഇപ്പോൾ ജയിലുകളായി തീർന്നു. അതിന് കാരണം നമ്മുടെ ഇടയിൽ ഉയർന്നു വരുന്ന അക്രമവാസനയും ദൈവത്തെ കൂടാതെയുള്ള ജീവിതവുമാണ്. സ്തോത്രം. ചെല്ലുമ്പോൾ ഈ വചനം വരുത്തുന്ന വ്യത്യാസം, തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര സ്ഥലമുണ്ട്, ഈസ്റ്റ് പോർട്ടിനടുത്ത, അവിടെ ഒരു സബ് ജയിലുണ്ട്. അവിടെ ആ സബ് ജയിലിൽ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ സബ് ജയിലിൽ കിടക്കുന്ന റിമാൻഡ് ചെയ്ത് അല്ല പോലീസ് പിടിച്ചോണ്ട് വന്ന് കോടതി അവരെ റിമാൻഡ് ചെയ്യുക 10-14 ദിവസം അല്ലെ ചില ദിവസങ്ങൾക്കേക്ക് പിടിച്ചിടുന്ന, ആഴ്ചകൾക്ക് ഇടുന്ന സ്ഥലമാണ് സബ് ജയിൽ. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഒരു ഇച്ചിരി കലയും ഒക്കെ ഉള്ള നല്ല മനുഷ്യൻ. പുറമേ നോക്കിയാൽ ലോകപ്രകാരം ഒരു മാന്യനായ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം സ്ഥിരം കുറ്റവാളികളാണ്. സബ് ജയിലുകളിൽ ആർക്കും പ്രത്യേക വേഷവിധാനമില്ല, എല്ലാ വേഷവും ഇടാം, പക്ഷെ വസ്ത്രം ഷർട്ട് ഇടാനൊക്കത്തില്ല. അന്നത്തെ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ വാർഡിന് അദ്ദേഹത്തെ ഉദ്യോഗസ്ഥന് പറഞ്ഞു, എനിക്ക് ആ ആളെ ഒന്ന് കാണണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കാണാൻ ആ പുള്ളി നിൽക്കുക. അന്ന് വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, എന്താ ഇവിടെ വരാൻ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിട്ടി കമ്പനി നടത്തിയ ഒരാളാണ്. അമാണിക്കൽ എന്ന് പറഞ്ഞൊരു ചിട്ടി കമ്പനി പത്തനംതിട്ട ജില്ലയിലുണ്ട്. ആ ജില്ലയിൽ ചിട്ടി കമ്പനി നടത്തി, അത് ഞാൻ പൊളിച്ചു. എന്നിട്ട് ആളുകൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ എന്നെ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങും, ഞാൻ പോകും. ഞാൻ കർത്താവ് പറഞ്ഞു, അതല്ലായിരുന്നു നിന്റെ ആദ്യ തീരുമാനം? അതെ, എൻ്റെ ആദ്യ തീരുമാനം. ഇപ്പോൾ എന്ത് പറയുന്നു? എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ എങ്ങും മറിയില്ല. ഞാൻ കോടതിയിൽ പേപ്പർ സൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ദരിദ്രനാണെന്നുള്ളത് കൊടുത്തിരിക്കുക. എനിക്ക് കോടതി അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരിൽ വസ്തുവൊന്നുമില്ല, ഭാര്യയുടെയും മക്കളുടെയും പേരിൽ ഇട്ടിരിക്കുന്ന വസ്തു, അതിൻ്റെ വിലയുമായി ഞാൻ വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ എവിടെ പോയാലും ഞാൻ കുറ്റവാളിയാണെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ചോദിച്ചു, പള്ളിയിൽ പോകുന്ന ഒരാളാണോ? പറഞ്ഞു, വല്ലപ്പോഴും പോകും. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അങ്ങ് വായിച്ചിട്ടില്ല. വീട്ടിലുണ്ടോ? അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ജയിലിനകത്ത് ബൈബിൾ കിട്ടും. പ്രിയമുള്ളവരെ, സബ് ജയിൽ, സെൻട്രൽ ജയിലെല്ലാം എല്ലാ ഭാഷയുള്ള മതഗ്രന്ഥങ്ങൾ കിട്ടും. ഹൈന്ദവന്റെയും മുസൽമാന്റെയും പേരുകൊണ്ടുള്ള ക്രിസ്ത്യാനിയുടെയും വേദപുസ്തകം അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പിന്നെ സംസാരിക്കും. പറയട്ടെ പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് സബ് ജയിലിലെ യോഗം. അടുത്ത ഞായറാഴ്ച അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അതിനുശേഷമായിട്ട് അവരോട് പറഞ്ഞു, ഇന്നലെ അദ്ദേഹം റിലീസായി, പുറത്തുപോയി, കോടതി പോയി, അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. ചില നാളുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ വേറെ സ്ഥലത്ത് വെച്ചുകൊണ്ട്, എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, ഈ ആളല്ലേ? ഞാൻ പറഞ്ഞു, അതെ. പല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് അദ്ദേഹം പിടിയൊന്നുമില്ല. ഒടുവിൽ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ ഇപ്പോൾ തയ്യൽക്കട നടത്തുകയാണ്, അവിടെ വരാമെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ തയ്യൽക്കടയിൽ ഞാൻ ചെന്നു. ആ കടയുടെ പേര് ലാക്കിനാമ എന്നാണ്. ലാക്കിനാമ തിരുവല്ല അവിടെ പോയിട്ടുള്ളവർക്ക് അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ ഒരു കടയുണ്ട്. ആ കടയാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ്. ഞാൻ അവിടെ ചെന്നു, ഞാൻ വായിച്ചു ലാക്കിനാമ. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല. പറഞ്ഞു, സൂക്ഷിച്ചു നോക്കി, ചില വർഷങ്ങൾക്ക് മുമ്പ് അട്ടക്കുളങ്ങര സബ് ജയിലിൽ കിടന്ന എന്നോട് വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ ആ ആളാണ് ഞാൻ. സ്തോത്രം. ഞാൻ ചോദിച്ചു, അടുത്ത ഞായറാഴ്ച കണ്ടില്ലല്ലോ? അപ്പോൾ ശനിയാഴ്ച എന്നെ വിട്ടു. പിന്നെന്താ നമ്മളൊന്ന് കാണാഞ്ഞത്? പതുക്കെ കർത്താവ് നമ്മളെ ഇനി എന്ന് കാട്ടുമോ അന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ കരുതി. അദ്ദേഹത്തിന്റെ രക്ഷയുടെ അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്. തുടർന്ന ദിവസങ്ങളിൽ 14 പ്രാവശ്യം വേദപുസ്തകം മുഴുവൻ വായിച്ചു.
മര്യാദയ്ക്ക് നാട്ടിൽ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും വേദപുസ്തകം മുഴുവൻ വായിക്കാത്ത ആൾ ജയിലിൽ കിടന്നപ്പോൾ 14 പ്രാവശ്യം വേദപുസ്തകം മുഴുവൻ വായിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ ലോകപ്രകാരം ഇതെല്ലാം ഐഹികമാണ്, ഇതുകൊണ്ട് നശിക്കുമെന്ന്. നശിക്കാത്ത ഒന്നുണ്ട്, അവിടേക്ക് പോകണമെന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എന്നിട്ടോ ഒരു തീരുമാനമെടുത്തു. കോടതി അദ്ദേഹത്തെ പാപ്പരായി എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും 5 പൈസ കൊടുക്കണ്ട. ഇദ്ദേഹത്തെ കോടതിയിൽ നിന്ന് പുറത്തു വിട്ടു. പോലീസുകാർ എല്ലാം വിലങ്ങലയച്ച് അല്ലെങ്കിൽ പുറത്തു വിട്ട സമയത്ത് അദ്ദേഹം കാണുന്ന ഒരു കൂട്ടം ആളുകൾ, ഇദ്ദേഹം പണം കൊടുക്കുവാനുള്ള ഒരു കൂട്ടം ആളുകൾ നാടിയിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നിരിക്കുക. അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ വെറുതെ വിട്ട് ഞാൻ 5 പൈസ കൊടുക്കണല്ലോ. അതിൽ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയല്ലേ? രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ നിന്നെ ഞാൻ കൊല്ലും. പുള്ളി പറഞ്ഞു, കൊള്ളാം, എന്തിനാ കൊല്ലുന്നത്? നീ ഞങ്ങളുടെ പണം തരാനുണ്ട്. അപ്പൊ എന്നെ കൊന്ന പണം കിട്ടുമോ? ഇല്ല, എങ്കിൽ നിന്നെ കൊല്ലും. അന്നേരം ഈ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാൻ പോവുക. കോടതി എന്നെ വെറുതെ വിട്ടു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ വിദേശത്ത്, നിങ്ങൾ പറഞ്ഞല്ലോ വിദേശം, ഞാൻ വിദേശത്ത് പോകാൻ തന്നെ ഇരുന്നതാണ്. എന്നാൽ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ വേദപുസ്തകം വായിച്ചു. ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ എവിടെ ഒളിച്ചാലും തീരുകയെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അവസരം തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാം പണം തന്നുകൊള്ളാം. ഒത്തിരി രൂപ ഞാൻ ലാവിഷായിട്ട് ചെലവഴിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യക്കാർക്ക് മുതൽ മുഴുവൻ തരാം, പിന്നെ ഞാൻ പലിശയും തരാം, എൻ്റെ വസ്തു മുഴുവൻ വിൽക്കാം. അത് കിട്ടിയതെങ്കിൽ ഞാൻ ജോലി ചെയ്തെങ്കിൽ നിങ്ങളുടെ പണം തരാമെന്ന് പറഞ്ഞു. ഉടനെ ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ വന്ന് പറഞ്ഞു, നിന്റെ വിളച്ചിലാണ്, അതുകൊണ്ട് പറ്റിയത് പറഞ്ഞ് ഉടുപ്പിന്റെ അവിടുന്ന് ഒരു പിച്ചാത്തി അവനോട് പുറത്തേക്ക് എടുത്തിരുന്നു. ഈ പുള്ളി പറഞ്ഞു, മോനെ, നീ എന്നെ കൊന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ കിടന്ന ജയിലിലും പോകും. എന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു കുഴപ്പമില്ല, കാരണം അവരുടെ പേരിലാണ് വസ്തുവൊക്കെ മുഴുവൻ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിനക്കാ നഷ്ടം, നിങ്ങൾക്കാ നഷ്ടം. അതുകൊണ്ട് കൊന്നോ, ഞാൻ സ്വർഗത്തിൽ പോകും. ഇത്രയും എന്ന് പറഞ്ഞു, നിങ്ങളൊരു അവസരം എനിക്ക് തരാമെങ്കിൽ. ഇത്രയും കേട്ടപ്പം ഒരപ്പച്ചൻ മുന്നോട് പറഞ്ഞു, ഇതിന് കാര്യം എന്നാ കുഞ്ഞെ? അദ്ദേഹം പറഞ്ഞു, അപ്പച്ചാ, ഞാൻ ബൈബിൾ വായിച്ചു, അതെന്നെ രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, മക്കളെ, ഈ പുസ്തകം വായിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ഇത് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ഉയർത്തും. സ്തോത്രം. 119 സങ്കീർത്തനം 99 വാക്യം കുഞ്ഞുങ്ങൾ വായിക്കാവോ? ആരെങ്കിലും പെട്ടെന്ന് 119 സാംസ് 119 സ്തോത്രം. ഹിന്ദി, സോറി, തമിഴും മലയാളവും ഇംഗ്ലീഷോ ഏതാ നിങ്ങളുടെ പക്കലുള്ളതെന്ന് എടുത്താട്ട് പെട്ടെന്ന്. ആരെങ്കിലും തോറ്റിരിക്കുന്നുവെങ്കിൽ, പരീക്ഷ ജയിക്കുന്നില്ലെങ്കിൽ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, സ്തോത്രം, സ്തോത്രം, പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 119 99 വാക്യം. സ്തോത്രം. എന്നാ? നിന്റെ സാക്ഷ്യങ്ങൾ ആയാൽ ഞാൻ എൻ്റെ ബോധകനേക്കാൾ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ ആരും ട്യൂഷന് പോണ്ടാന്ന്, ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെ മതിയെന്ന്. ഒന്നുകൂടെ വായിച്ച്, നിങ്ങൾ കണ്ടോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ബൈബിൾ എടുത്തേ പെട്ടെന്ന്. സ്തോത്രം. ബൈബിൾ എടുത്തേ ഒന്ന് അണ്ടർലൈൻ ചെയ്ത്, പേനയുണ്ടെങ്കിൽ എന്നെ അടി വരച്ച് വെച്ചേ. 119 സങ്കീർത്തനം 99 വാക്യം. ഇന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുമെന്ന്. നിങ്ങളോടൊരു ആലോചനയുണ്ട്, വാഗ്ദത്തമാണ്, ഒരു പ്രോമിസാണ്. നിങ്ങൾ ആരായി തീരും? നമുക്ക് എന്തായി തീരും? വായിച്ചോ, അടി വെച്ചു പോനെ. ഒന്നുകൂടി വായിച്ചേ. നിന്റെ സാക്ഷ്യങ്ങൾ, ദൈവമേ, എന്നെ ഒന്ന് പ്ലീസ് വെയിറ്റ്. എന്നാർക്കും എന്നോട് ധ്യാനം, എന്റെ മെഡിറ്റേഷൻ, ഇംഗ്ലീഷ് പറഞ്ഞ ഐ ആം വെയിറ്റിംഗ് ഫോർ. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്റെ ധ്യാനമായിരിക്കിയാൽ എന്നെ ചെയ്യും? ധ്യാനമായിരിക്കിയാൽ എനിക്ക് ബോധകർ, എന്റെ അധ്യാപകരെക്കാൾ, എന്റെ ലെക്ചേഴ്സിനേക്കാൾ, എന്റെ ടീച്ചേഴ്സിനേക്കാൾ, എന്റെ പ്രിൻസിപ്പിളിനേക്കാൾ ദൈവം എനിക്ക് എന്തോ തരും? സ്തോത്രം. ചെല്ലു പറഞ്ഞ് ബൂസ്റ്റ് കഴിച്ചാൽ ബുദ്ധി വരുമെന്ന. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ബുദ്ധി. അപ്പൊ മക്കൾക്ക് ബുദ്ധി വരാൻ വേണ്ടി എന്തോ വാങ്ങിച്ചു കൊടുക്കണ്ട. അപ്പനോടും അമ്മയോടും പറയും, ഇതൊന്നും മേടിച്ചു കൊടുക്കണ്ട, എന്തോ കൊടുത്താൽ മതി. ഈ വചനം അവരുടെ സാക്ഷ്യമാണെങ്കിൽ അവരുടെ അധ്യാപകരെക്കാൾ, എന്നാ മോനെ, എന്റെ സാറിനെക്കാട്ടി വലിയ സാറാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. മടങ്ങി വരട്ടെ.
ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഹൃദയം കർത്താവിന് കൊടുത്തു, നിങ്ങളെ കൊന്നില്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നു. ഈ അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ സഹോദരൻ തരാനുള്ള പണം മുഴുവൻ ഞാൻ തരാമെന്ന്. അതിന് കാര്യം ഇവൻ പറഞ്ഞ സാക്ഷ്യം എന്നെ ബലപ്പെടുത്തുന്നു. അവന്റെ കഷ്ടതയിൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ അവന് ഗുണമായതുകൊണ്ട് അവനെടുത്ത തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങളുടെ പണം മുഴുവൻ ഞാൻ തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വസ്തുവെല്ലാം വിറ്റു, പണമെല്ലാം വിട്ടു, എന്നിട്ടും തീരാതെ വന്നപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങി, ഒരു തയ്യൽ കട, 14 പേര് തയ്ക്കുക. എന്തോ കച്ചവടം, എന്തോ ബിസിനസ് അവിടെ. സ്തോത്രം. എന്നോട് ഈ പറഞ്ഞിടയ്ക്ക് പുള്ളി അളവെടുക്കാൻ ഒരാളെ വിടുന്നു, രൂപ മേടിച്ചപ്പോൾ പെട്ടിക്കകത്ത് വിടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, പാസ്റ്ററെ, ഒരു വിഷയം കൊണ്ട് എന്നാ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അതേ ചോദിച്ചു, എൻ്റെ ഈ കടയുടെ പേരിനെ കുറിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തോ തോന്നാൻ, അയാളുടെ ജാപ്പനീസ് പേരാണ് തോന്നുന്നു, ലാക്കിനാമ, ജപ്പാന്റെ പേരാന്ന് തോന്നുന്നു. ജപ്പാന് വല്ലതും പോയോ? അപ്പോൾ ഞാൻ എങ്ങും പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പേപ്പർ എടുക്കാൻ, പേൻ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുത്തു, പേൻ എടുക്കാൻ പറഞ്ഞു. എന്റെ അമാണിക്കൽ, എന്റെ വീട്ടുപേര് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി അമാണിക്കൽ, AMNA എന്ന് പറഞ്ഞ അമാണിക്കൽ. അമാണിക്കൽ എന്ന വീട്ടുപേര് ഞാൻ എഴുതിയിട്ട് പറഞ്ഞു, ഇനി അങ്ങേ അറ്റത്തെ എൽ അതെടുത്ത് ഇങ്ങോട്ടിട്ടിട്ട് അവിടം തൊട്ട് ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ അത് മുഴുവൻ എഴുതി. അമാണിക്കലിന്റെ LA തുടങ്ങി ഇങ്ങോട്ട് എഴുതി LA വായിക്കാൻ പറഞ്ഞു. ലാക്കിനാമ, ലാക്കിനാമ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മളോട് കർത്താവിന് പറയാനുള്ളത്, ക്രിസ്തുയേശുവിൽ ഒരു അനുഗ്രഹമുണ്ട്. അത് അബ്രഹാമിന് പഴയ നിയമത്തിൽ കൊടുത്തതാ. പുതിയ നിയമ വിശ്വാസികളെ നമുക്ക് ക്രിസ്തുയേശു നൽകിയ അനുഗ്രഹം അത് പരിശുദ്ധാത്മാവിനാൽ ഒരു സാക്ഷ്യമായി നൽകിയിരിക്കുന്നു. ആ സാക്ഷ്യം കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭമായി ഇവിടെ വന്നുവെങ്കിൽ ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്തദാസനോട്, സഭയോട്, നിങ്ങൾ ഏവരോട് പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.